വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ നമ്മുടെ പ്രോഗ്രാമുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ആദ്യ ദിവസത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് റിനിൽ ഗൗതം ആൻഡ് ജോർജ് കോശി. ഈ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, റിനിലിനായി പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു, തൻ്റെ പ്രോപ്പർട്ടി വിൽക്കേണ്ട ആവശ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ജോലിക്കായി പ്രാർത്ഥിക്കുന്നു, തൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിലെല്ലാം ഞങ്ങളെല്ലാവരും ചേർന്ന്, ലോകം എമ്പാടുമുള്ള ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ജോർജ് കോശിക്ക് കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ജിബി ജോർജിനായി, സ്മിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മറ്റെല്ലാ ആവശ്യങ്ങളും ചേർത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, നീ ഇങ്ങനെ അത്ഭുതകരമായി ഈ കുടുംബങ്ങളെ, വ്യക്തികളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. റിനിലിനോടും അതുപോലെ ജോർജ് കോശിയോടും ഈ സമയത്ത് എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമായി മാറുമ്പോൾ ദൈവം നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. തുടർന്ന് നമ്മുടെ ഇന്നത്തെ മെസ്സേജിലേക്ക് നാം പോകാൻ പോവുകയാണ്. ഇന്ന് നമ്മളൊരു പുതിയ സന്ദേശ പരമ്പര ആരംഭിക്കുകയാണ്. ബ്ലെസ്സിങ് ടുഡേ തുടങ്ങിയ ആ സമയം മുതൽ എനിക്ക് തോന്നുന്നു അനേക ടോപ്പിക്സ് നമ്മളെടുത്ത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പഠനത്തിൽ ഒക്കെ സഹായകരമായ സന്ദേശങ്ങളാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ സാവധാനത്തിൽ സ്ലോ ഡൗൺ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ സന്ദേശങ്ങളെല്ലാം കേൾക്കുമ്പോൾ പലതൊക്കെ നിങ്ങളുടെ അകത്ത് വരും. ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇന്നൊരു ടോപ്പിക്ക് കൂടി ഈ ബ്രദർ സംസാരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കുള്ള സജഷൻസ്, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ ദയവായി ഞങ്ങൾക്ക് എഴുതണം. നിങ്ങൾ തുറന്നു പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകൂ. പ്രത്യേകിച്ച് നമ്മൾ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം 1 വർഷം പിന്നിട്ട ഈ സമയത്ത് ഫീഡ്ബാക്സ് ലഭിക്കുവാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇമെയിൽ അയക്കണം, SMS അയക്കണം, ഫോണിൽ വിളിച്ച് പറയണം, ലെറ്ററുകൾ അയക്കണം. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അതിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇതെത്രത്തോളം നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ ഇഷ്ടപ്പെടുന്നു. ഇതിലേതെങ്കിലുമൊക്കെ സീരീസ് റീടെലികാസ്റ്റ് ചെയ്യുവാൻ ഒന്നുകൂടി ഒന്ന് കേട്ടാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഞങ്ങളോട് പറയണം. ഞങ്ങൾ വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചിലതൊക്കെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ വ്യൂവേഴ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ, വ്യൂവേഴ്സ് ഫേവറേറ്റ് ആയിട്ടുള്ളത് വീണ്ടും ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ തുടങ്ങി വയ്ക്കുന്നത് ഗോഡ് ഈസ് ഏബിൾ, ശക്തനായ ദൈവം. ഈ ഒരു സന്ദേശമാണ് ഞാൻ വളരെ സാവധാനത്തിൽ നിങ്ങളോട് ഹാർട്ട് ടു ഹാർട്ട് ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, യഥാർത്ഥ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ശക്തനാണ്, സർവശക്തനാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ സന്നദ്ധനാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച് തുടങ്ങുന്നത്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കുക. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമ്പോൾ ബൈബിളും നോട്ട്ബുക്കും പെന്നും കമ്പൾസറിയാണ്. ഒരു ക്ലാസ്സിലിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കണം. അത് നിങ്ങൾ TV സെറ്റിൻ്റെ മുമ്പിൽ, ടീപ്പോയിലോ ടേബിളിലോ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ പറയാതെ തന്നെ. ദാറ്റ് ഷുഡ് ബിക്കം എ ഹാബിറ്റ്. മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങനെ എഴുതിയൊന്നും ശീലമില്ലെങ്കിൽ, നിങ്ങൾ അല്പം കൂടി ഹൈടെക്കായി ജീവിക്കുന്നയാളാണെങ്കിൽ, ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന
തലമുറയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നോട്ട്ബുക്ക് വേണമെന്നില്ല, ലാപ്ടോപ്പ് മതി. നിങ്ങളുടെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ ടൈപ്പ് ചെയ്യുക പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതല്ലെങ്കിൽ പലരുടെയും കയ്യിൽ വളരെ ഫെസിലിറ്റീസ് ഉള്ള മൊബൈൽ ഫോണുകളുണ്ട്. മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഫയലുകളായി സേവ് ചെയ്യാൻ സാധിക്കും. പ്രധാന ഭാഗങ്ങൾ അതിലും ടൈപ്പ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതനുസരിച്ച് ചെയ്യുക. കാരണം ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാൽ, സ്റ്റോർ ചെയ്ത് വെച്ചാൽ, നാളെ നമുക്കിത് വീണ്ടും പഠിക്കാനും കട്ട്ഷ്യൂ ചെയ്യാനും കൂടാതെ മറ്റുള്ള അനേകർക്ക് ക്ലാസ് എടുക്കാനും ഒക്കെ നിങ്ങളെ ഇത് സഹായിക്കും. അതുകൊണ്ട് ഐ എൻകറേജ് യു ടു ടേക്ക് ഡൗൺ നോട്ട്സ്. എഫെസ്യ ലേഖനം 3:20. എന്നാൽ നാം ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിന് ഉപരിയായി നമ്മിൽ വ്യാപരിക്കുന്ന തൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവന്. ആ വാക്യം പിന്നെ 21 നീളുകയാണ്. ഞാനത് വായിക്കുന്നില്ല, ഈ ഒരു ഭാഗം മാത്രം. വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്കൊന്ന് ബൈബിളിൽ നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇല്ലെങ്കിൽ, വീട്ടിൽ ഒരു ബൈബിൾ പോലും ഇല്ലെങ്കിൽ, ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിൽ നിങ്ങൾ വിളിക്കണം. 0484422211. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഒരു ബൈബിൾ അയച്ചു തരുവാൻ ആവശ്യപ്പെടുക. പുതിയ നിയമത്തിൻ്റെ ഒരു കോപ്പി സൗജന്യമായി, പോസ്റ്റേജ് പോലും വാങ്ങാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തപാൽ മാർഗം അയച്ചു തരുന്നതായിരിക്കും. സോ അങ്ങനെയുള്ളവർ ഇന്ന് തന്നെ വിളിക്കുക. എഫെസ്യ ലേഖനം 3:20. എന്നാൽ നാം ദൈവത്തോട് ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ നാം ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുകയോ ചെയ്യുന്നതിന് ഉപരിയായി നമ്മിൽ വ്യാപരിക്കുന്ന തൻ്റെ ശക്തിയാൽ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവന്. സോ നമ്മുടെ ദൈവം നാം വിചാരിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും സ്വപ്നം കാണുന്നതിനേക്കാൾ കിനാവ് കാണുന്നതിനേക്കാൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നതിനേക്കാൾ ഒക്കെ ഉപരിയായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ കഴിവുള്ളവനാണ്. God is able. Our God is an able God. നമ്മുടെ ദൈവം കഴിവ് കെട്ട ദൈവമല്ല, കഴിവുള്ള ദൈവമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, Now to him who is able to do immeasurably, എന്ന് വെച്ചാൽ അളവില്ലാത്ത രീതിയിൽ, ആർക്കും ഒരു മനുഷ്യനും ഒരളവ് പോലും കൊണ്ടും അളക്കുവാൻ കഴിയാത്ത രീതിയിൽ, immeasurably more than all we ask. That means all we pray. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ഉപരിയായി, or imagine, നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളെക്കാൾ അനുമാനങ്ങളെക്കാൾ ഉപരിയായി, according to his power that is at work within us. നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സാധിക്കുന്നവന്. മൈൽസ് മൺറോ എന്നൊരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, our imaginations are not big enough for all what God wants to do for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഗ്രഹിക്കുവാൻ, നമ്മുടെ സങ്കല്പിക്കുവാനുള്ള ശക്തിക്ക് കഴിവില്ല. ദൈവത്തിൻ്റെ കഴിവുകൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. ദൈവം എത്ര ശക്തിമാനാണ് എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് ശക്തിയില്ല. അതുപോലെ God can do immeasurably more than what we pray for, what we imagine. ഇതാണ് ആ വാക്യത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, അധികം പേരും പ്രാർത്ഥിക്കുന്നവരാ, മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്നവരാ. എന്നാൽ നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളും
ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്ന് പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ, അയാൾക്ക് മാനസികമായി സ്വയമായി കുറച്ച് കഴിവുകളുണ്ട്, ഹ്യൂമൻ എബിലിറ്റി. അത് വെച്ച് അവർ ആ വിൽ പവർ കൊണ്ട് പലതിനെ ഫേസ് ചെയ്ത് കുറേയൊക്കെ പിടിച്ചു നിൽക്കും. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധ്യമല്ല. ഒരു പരിധി കഴിയുമ്പോൾ അവരവിടെ നിന്നുപോകും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ സ്വന്തം കഴിവിൽ മാത്രമല്ല വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ കഴിവിൽ കൂടെ വിശ്വസിക്കുന്നു. മീനിങ്, ദൈവത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത കഴിവാണ് ദൈവത്തിൻ്റെ കഴിവ്. അങ്ങനെയെങ്കിൽ അതിൽ കൂടെ വിശ്വസിക്കുമ്പോൾ നത്തിങ് ബിക്കംസ് ഇംപോസിബിൾ. എല്ലാം സാധ്യമായി മാറുന്നൊരു ലൈഫായി മാറും. സോ ഞാനിങ്ങനെ പറയാറുണ്ട്, ഫോർ എ ബിലീവർ പ്രോബ്ലംസ് ആർ നോട്ട് പ്രോബ്ലംസ്, പ്രോബ്ലംസ് ആർ ഓൺലി ചാലഞ്ചസ്. വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഇല്ല, വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. അല്ലാത്തൊരു പ്രശ്നം 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഒരു ബിലീവർ ഇൻ ഗോഡ്, ദൈവത്തിൻ്റെ സർവശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഐ ഹാവ് എ ചാലഞ്ച് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇറ്റ്സ് ഓൺലി എ ചാലഞ്ച്. ആ വെല്ലുവിളിയെ എൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നേരിടും. ഇങ്ങനെ ഒരു വെല്ലുവിളിയോടുകൂടി ജീവിക്കുന്നയാളാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദ ബിഗർ ദ പ്രോബ്ലം വി ഫേസ്, ദ ഗ്രേറ്റർ ദ പ്രൊമോഷൻ ആൻഡ് ബ്ലെസ്സിങ്സ് വി ഗെറ്റ്. കൂടുതൽ വലിയ വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ആ വെല്ലുവിളികളെ അതിജീവിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഉയർച്ചയും വലുതായിരിക്കും. ചെറിയ വെല്ലുവിളിയാണെങ്കിൽ ചെറിയ ഉയർച്ച, വലിയ വെല്ലുവിളികളുടെ മുമ്പിലാണെങ്കിൽ വലിയ ഉയർച്ചയായിരിക്കും. പഴയ നിയമത്തിൽ ഒത്തിരി സംഭവ കഥകളുണ്ട്, ചരിത്രത്തിലുള്ള യഥാർത്ഥത്തിൽ സംഭവിച്ച കഥകൾ. അതിൽ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒന്നാണ് ദാവീദ് അല്ലെങ്കിൽ ഡേവിഡിൻ്റെ സ്റ്റോറി. ഡേവിഡ് തൻ്റെ വീട്ടിൽ 8 മക്കളിൽ ഏറ്റവും ഇളയ ആളായി, ഒരു ആട്ടിടയനായി, കൊച്ചു ബാലനായി, ആ വീട്ടിലുള്ള എല്ലാവരിലും വെച്ച് ഏറ്റവും ഇളയവനായി ജീവിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേലിൽ ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. പ്രതിസന്ധി ഇത്രയേ ഉള്ളൂ, ഇസ്രായേൽ ജനത്തിനെതിരെ ഫെലിസ്ത്യർ എന്ന് പറയുന്ന ഒരു വലിയ ജനസമൂഹം യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. യുദ്ധത്തിന് വന്നിരിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 2 സൈന്യങ്ങളും തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടാൻ വേണ്ടി വരുമ്പോൾ സാധാരണ ചെയ്യുന്നത്, ഫെലിസ്ത്യന്മാരിൽ ഒരു വലിയ മല്ലനായ ഒരു ജയൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗൊലായാത്ത് അല്ലെങ്കിൽ ഗോലിയാത്ത്. ഗോലിയാത്ത് എന്ന് പറയുന്ന ഈ മല്ലൻ സകല മനുഷ്യരെക്കാളും വലിയ ഹൈറ്റും വെയ്റ്റും സ്റ്റേച്ചറുമുള്ള, കണ്ടാൽ തന്നെ ആരും ഭയപ്പെടുന്നൊരു ഭീമാകാരനായ ജയൻ്റ്. എല്ലാ ദിവസവും രാവിലെ ഇസ്രായേൽ പടകളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് വെല്ലുവിളിക്കും, ധൈര്യമുണ്ടെങ്കിൽ വാ. ആ സമയത്ത് ഈ വെല്ലുവിളി കേൾക്കുന്ന ഉടൻ തന്നെ ഇസ്രായേൽ ജനത്തിലുള്ള എല്ലാ സൈന്യവും തിരിച്ചോടും. അങ്ങനെ 40 ദിവസം ഇതുപോലെ വെല്ലുവിളിക്കും, ഇവർ തിരിച്ചോടും. യുദ്ധം നടക്കുന്നില്ല, വെല്ലുവിളി മാത്രം. എന്നാൽ ഒരു ദിവസം ഈ ഡേവിഡ് എന്ന ഈ വ്യക്തിയുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇൻസ്പിറേഷൻ ഉണ്ടായി, ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ടായി. യു ഗോ ആൻഡ് ഫൈറ്റ്, യു ഗോ ആൻഡ് ഫൈറ്റ്. സോ ഈ ഡേവിഡിൻ്റെ അകത്ത് ഭയങ്കരമായൊരു ഒരു 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 ആവേശമുണ്ടായി, എനിക്ക് പോയി പടവെട്ടണം. അത് സ്വയത്തിൽ നിന്ന് വന്നതല്ല, സ്വന്തം കഴിവിൽ നിന്ന് വന്നതല്ല, ദൈവം എന്നെ സഹായിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്. അങ്ങനെ താൻ പോയി ദൈവം നൽകിയ യുദ്ധമുറയാൽ പടവെട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഗോലിയാത്തിനെ താൻ അന്ന് തന്നെ നീക്കം ചെയ്തു. ഇത്രയും വലിയ വെല്ലുവിളി താൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ താൻ ആ രാജ്യത്തെ രാജാവിൻ്റെ മരുമകനായി മാറി. രാജാവിൻ്റെ മകളെ താൻ വിവാഹം കഴിച്ചു. There was a promotion, there were blessings.
അതിനുശേഷം പിന്നീട് ഇസ്രായേലിലെ രാജാവായി താൻ മാറി. എന്നാൽ ആ ഗോലിയാത്ത് എന്ന് പറയുന്ന ഈ ഭീമാകാരനായ മനുഷ്യൻ വെല്ലുവിളിച്ചുകൊണ്ട് വന്ന സമയത്ത് ദാവീദും റിവേഴ്സ് ഗിയറിലിട്ട് തിരിഞ്ഞ് ഓടിയിരുന്നെങ്കിൽ താൻ രാജാവിൻ്റെ മരുമകനാകുമായിരുന്നു, തനിക്ക് ജീവിതത്തിൽ പ്രമോഷൻ ഉണ്ടാകുമായിരുന്നു, പിന്നീട് രാജ്യത്തെ ഒന്നാമനായി പ്രഥമ വ്യക്തിയായി രാജാവായി താൻ മാറുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ത് തന്നെ ആയിരുന്നാലും ഐ വാണ്ട് ടു എൻകറേജ് യു. ആ പ്രശ്നത്തെ പ്രശ്നമെന്ന് വിളിക്കാതെ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. അതൊരു വെല്ലുവിളിയാണ്. ഐ ഹാവ് ദ പവർ ഓഫ് ഗോഡ് ഇൻ മീ. പരിശുദ്ധാത്മാവിനെ സഹായിക്കും, കർത്താവിനെ സഹായിക്കും, ഞാൻ കണക്ക് കൂട്ടുന്നതിനപ്പുറത്ത് ദൈവം എന്നെ സഹായിക്കും എന്ന വെല്ലുവിളിയോടെ മുന്നോട്ട് പോവുക. കുട്ടികൾ, ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കൊച്ചു കുട്ടികളായിരുന്ന സമയത്ത് ക്ലാസ്സിൽ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൻ്റെ അപ്പൻ ആരാടാ, നിൻ്റെ ഡാഡി ആരാടാ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ ചില കുട്ടികളൊക്കെ അച്ഛന്മാർ കൂലിപ്പണിക്കാരായിരിക്കും, എന്നാലും പറയും എൻ്റെ അപ്പം പോലീസാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ സ്വന്തം പിതാവ് വലിയവനാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമുണ്ട്. മറ്റുള്ളവർ എൻ്റെ അപ്പനെ കണ്ട് പേടിക്കും എന്നൊരു തോന്നലുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണ്. He is a big God. He is a big Father. He is a mighty Father. സോ നമ്മുടെ മുമ്പിൽ വെല്ലുവിളികൾ വരുമ്പോൾ പറയേണ്ടത്, എൻ്റെ ഫാദറിനെ അറിയാമോ, എൻ്റെ ഡാഡി അറിയാമോ, എൻ്റെ ഫാദർ ഹി ഈസ് ദ ഓൾ മൈറ്റി ഗോഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പരമ്പര ഞാൻ നാളെയും തുടരുന്നതായിരിക്കും. റിയലി ദിസ് ഈസ് ഗോയിങ് ടു ബിൽഡ് യുവർ ഫെയ്ത്ത്. അതുകൊണ്ട് നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ലെറ്റ്സ് വാച്ച് എ മിറക്കിൾസ് ടുഡേ റൈറ്റ് നൗ. ഇതൊരു വലിയൊരു സാക്ഷിയാണത്. കഴിഞ്ഞ 2 മാസങ്ങൾ കൊണ്ട് ദൈവം ചെയ്തൊരു വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യമാണ് ഈ നിൽക്കുന്നത് അഖില ജോസഫ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തനിക്ക് അതിനു മുൻപ് 3-4 മാസങ്ങളായിട്ട് തനിക്കൊരു ശരീരത്തൊരു ഭാഗത്ത് മുഴയുണ്ടായിരുന്നു. തൻ്റെ ബ്രസ്റ്റിൽ മുഴയുണ്ടായിരുന്നു. ആ മുഴ അത്ര കാര്യമായിട്ട് താൻ കരുതിയിരുന്നില്ല. എന്നാൽ പിന്നീട് ആ ഭാഗത്ത് വല്ലാത്ത വേദന താൻ അനുഭവിക്കാനായിട്ട് തുടങ്ങി. വേദന അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറിനെ പോയി കണ്ടത്. ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതൊരു പ്രശ്നമുള്ള മുഴയാണ്, അതുകൊണ്ട് അതുകൊണ്ട് പാത്തോളജിസ്റ്റിൻ്റെ അടുത്ത ചെക്കപ്പിന് വേണ്ടിയിട്ടെല്ലാം വിട്ടു. അവിടെ വെച്ച് ആ മുഴ ക്യാൻസറസ് ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ എറണാകുളത്ത് വെച്ചിട്ടാണ് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ചെക്കപ്പ് നടത്തിയത്. ക്യാൻസറസ് ആണെന്ന് കണ്ടെത്തിയതിൻ്റെ രേഖകളെല്ലാമായിട്ടാണ് താൻ ഇന്ന് വന്നിട്ടുള്ളത്. ആ മുഴ ഇവിടെ വെച്ച് ക്യാൻസറസ് ആണെന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെല്ലൂർക്ക് ഇവർ പോയി. വെല്ലൂർ പോകുന്ന സമയത്ത് ഇവിടെ ബ്രദർ ഡാമിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പറയുകയും ഇവിടെയുള്ള പല പ്രെയർ വോറിയേഴ്സും ഈ സഹോദരിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. വെല്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഉറപ്പായിരുന്നു, കാരണം ഇത് ക്യാൻസറസ് തന്നെയാണ്, ഒരു വ്യത്യാസവും അതിനകത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇവർ കീമോതെറാപ്പി എടുക്കുന്നതിന് മുൻപ്, റേഡിയേഷനൊക്കെ കൊടുക്കുന്നതിന് മുൻപായിട്ട് എത്ര ശതമാനം ഈ ശരീരത്തിൽ ക്യാൻസർ പടർന്നിട്ടുണ്ട് അത് കാണണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പിന്നീടുള്ള ചെക്കപ്പുകളും അതുപോലെ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഈ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് വിശ്വാസത്താൽ ഇവൾ ശരീരത്തെ നോക്കി പറയുമായിരുന്നു, എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല, എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്നുള്ളത്. ഒടുവിലായിട്ട് കീമോ കൊടുക്കാനും റേഡിയേഷൻ കൊടുക്കാനുള്ള ശരീരത്തിലെ ക്യാൻസർ സെൽസിന്റെ അളവ് നോക്കാനുള്ള ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ടെസ്റ്റിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ളത് ഇവളുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ടും ഡോക്ടേഴ്സ് അത് സമ്മതിച്ചു കൊടുത്തില്ല. കാരണം എല്ലാ സ്ഥലത്തെ റിപ്പോർട്ടിലും ക്യാൻസറസ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അത് സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ശരീരത്തിൽ പടർന്നിട്ടില്ല, ആ ലംബിനകത്ത് ക്യാൻസർ ഉണ്ട്, ആ മുഴയ്ക്കകത്ത് ക്യാൻസർ ഉണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു ഇതിനിപ്പോൾ നമുക്ക് മുഴയെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഉറപ്പായിരുന്നു മുഴയ്ക്കകത്ത് ക്യാൻസർ ഉണ്ടായിരിക്കും. മുഴയെടുത്ത് മാറ്റി, അതൊരു ചെറിയ ഓപ്പറേഷനിലൂടെ ആ മുഴയെടുത്ത് മാറ്റി അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ അതിനകത്തും ക്യാൻസർ ഇല്ല. ആദ്യത്തെ ടെസ്റ്റിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തു. അതിന്റെ റെക്കോർഡ്സ് കയ്യിലുണ്ടല്ലേ? ഉണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പാത്തോളജിസ്റ്റ് ആണ്. അവർക്ക് ഒരിക്കലും തെറ്റ് പറ്റുകയില്ലെന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. അതുപോലുള്ള ഹോസ്പിറ്റലുകളിലാണ് ഇവരിതെല്ലാം ചെക്ക് ചെയ്തത്. പല സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്തിരുന്നു.
എല്ലായിടത്തും മാറി മാറി തനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വെല്ലൂരിൽ വെച്ച് നടന്ന ട്രീറ്റ്മെന്റിൽ ആണ് ഇത് ക്യാൻസറസ് അല്ല എന്ന് തെളിഞ്ഞത്. അഖില തന്നെ അഖിലാണല്ലോ ഇതിലൂടെ പോയി അനുഭവിച്ചത് എന്ന് പറഞ്ഞേ. 2 റിപ്പോർട്ടും എൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഇത് അറിഞ്ഞ സമയം തന്നെ ഒരു കാര്യം തീരുമാനിച്ചു, ദാറ്റ് ഐ വിൽ ക്രൈ ഓൺലി ബിഫോർ മൈ ഗോഡ്. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ അല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കരയുകയില്ല. ആ സമയം മുതൽ എനിക്കറിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എൻ്റെ ദൈവം അറിയാതെ ഒന്നും നടക്കുകയില്ല. അപ്പോൾ മുതൽ എനിക്ക് ആ ദൈവിക സമാധാനം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. അതെനിക്ക് വാക്കുകളില്ല പറയാൻ. കാരണം ടെസ്റ്റ് നടക്കുമ്പോഴെല്ലാം അത് ഭയങ്കര ഡിപ്രസിങ് ആണ്. അപ്പോഴെല്ലാം ഞാൻ എപ്പോഴോ വായിച്ച് മറന്ന വചനങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ സംസാരിച്ച് എന്നോട് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. എൻ്റെ കുടുംബത്തിലെയും എൻ്റെയും വിലാപത്തെ നൃത്തമാക്കിയ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഞാൻ ഈ സമയത്തും എല്ലാം ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം സത്യത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയായിരുന്നു. താങ്ക് യു. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. നിങ്ങൾ കേട്ട ഈ സാക്ഷ്യം ഒന്നുകൂടെ തെളിയിക്കുന്നു. എഫേസ്യ ലേഖനം 3:20 പറയുന്നത് പോലെ നമ്മുടെ ദൈവം ശക്തൻ, അവൻ സർവശക്തൻ. God is able to do anything immeasurably more than what we ask or imagine. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദിസ് ഈസ് യുവർ ടേൺ. നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഒത്തിരി നാളായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന സമയത്തേക്കാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ബിലീവ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ലങ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ത്രോട്ട് ക്യാൻസർ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വാരിയലുകളിലുള്ള പ്രശ്നങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച വല്ലാതെ കുറയുന്ന ചില വ്യക്തികൾ, നിങ്ങളുടെ കൈകൾ വിശ്വാസത്താൽ കണ്ണിലേക്ക് എടുത്തു വയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ കേൾവി ശക്തി ഇപ്പോൾ വർദ്ധിച്ചു വരട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ കേൾവി ശക്തി വർദ്ധിച്ചു വരട്ടെ. കർത്താവെ, ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ഇപ്പോൾ വന്ന് ചേരട്ടെ. താങ്ക് യു ഫാദർ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈകാലുകളിൽ, ഇടുപ്പലിൽ ഒരു വലിയ സൗഖ്യം നടക്കുന്നു ഞാൻ കാണുന്നു. ഇടുപ്പലിൽ സൗഖ്യം നടക്കുന്നു. ഞാൻ പേര് പറഞ്ഞില്ലേലും നിങ്ങളുടെ രോഗവിവരങ്ങൾ പറഞ്ഞില്ലേലും നിങ്ങൾക്ക് സൗഖ്യമാണ് ആവശ്യം. വിശ്വസിച്ചാൽ മാത്രം മതി. ഒരു തെളിവും വേണ്ട. ജസ്റ്റ് ബിലീവ്. യേശുവിൻ നാമത്തിൽ എല്ലാവിധ രോഗങ്ങളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഡയബറ്റീസ് കൊണ്ട്, പ്രമേഹ രോഗം കൊണ്ട്, ഒരു വ്രണങ്ങൾ കരിയാതെ ഉണങ്ങാതെ ഹീലാകാതെ നിൽക്കുന്ന വ്യക്തികൾ, കർത്താവ് യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കൊളസ്ട്രോൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഷുഗർ ലെവൽ നോർമലാകട്ടെ. ഹീമോഗ്ലോബിൻ നോർമലാകട്ടെ. WBC നോർമലാകട്ടെ. എവിടെയെല്ലാം ഇംബാലൻസ് ഉണ്ടോ, വർധനവുണ്ടോ, കുറവുണ്ടോ, അതിലൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി. മുൻകൂറായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സാമ്പത്തിക വിടുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളികളെ കൊടുക്കണമേ. ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനങ്ങളെ കൊടുക്കണമേ. തൊഴിലില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ചില ജോലിയിൽ അവരെ നിയമിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. എല്ലാ അത്ഭുതങ്ങൾക്കായി മുൻകൂറായി അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. സിസിലി എന്നൊരു സഹോദരിയുടെ പേര് കർത്താവിനെ കാണിക്കുന്നു. സിസിലി. ആ സഹോദരിയെ കർത്താവ് പ്രത്യേക നിലയിൽ പലവിധ പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്നൊരു സഹോദരിയാണ്. ഇന്ന് കർത്താവ് ഒരു വലിയ വിടുതൽ അവിടെ നൽകുകയാണ്. കുടുംബജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ, ശൂന്യതകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ഇൻ ജീസസ് നെയിം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിനായി നന്ദി. നാളെ ഇത് നമ്മൾ തുടരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം, നോഹ ഏത് തടി കൊണ്ടാണ് പെട്ടകം നിർമ്മിച്ചത്? ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നോഹ ഏത് തടി കൊണ്ടാണ് പെട്ടകം നിർമ്മിച്ചത്? ഓപ്ഷൻസ്: എ ഖദിരമരം, ബി ദേവദാരു, സി അത്തിമരം, ഡി ഗോഫർ മരം. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നോഹ ഏത് തടി കൊണ്ടാണ് പെട്ടകം നിർമ്മിച്ചത്? ഓപ്ഷൻസ്: എ ഖദിരമരം, ബി ദേവദാരു, സി അത്തിമരം, ഡി ഗോഫർ മരം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് OM ബുക്സ് ആണ്. ഇനി നാളത്തെ ബൈബിൾ അനിയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.